ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു വിന്യ വ്ളോഗ്സ്. സോ ഇന്ന് ഞങ്ങള് നെല്ലിയാമ്പതിയിലേക്ക് ഒരു ഷോർട്ട് ട്രിപ്പ് പോവാണ്. സ്റ്റാർട്ടിംഗ് ടു എൻഡിങ് വരെ നിങ്ങൾക്ക് നെല്ലിയാമ്പതി വിശേഷങ്ങളുമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉണ്ടാവും. സോ എന്ത് രസമാണ് കാണാന്ന് അറിയുമോ? ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് നെല്ലിയാമ്പതി പോകുന്ന വഴി പോത്തുണ്ടി ഡാമിൽ കയറിയിട്ട് അങ്ങനെ പോകാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ ആണ് നെല്ലിയാമ്പതിയിലേക്കുള്ളത്. എന്ത് ഭംഗിയെന്ന് പറയുമ്പോൾ ആ കാണുന്ന മലയില്ലേ, നമുക്ക് ആ മലയിൽ കയറിയിട്ടാണ് നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നത്. ബട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എന്നറിയാമോ? ഡാമിന്റെ ഓരോ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള കുറെ പ്ലേസസ് ആണ്. സോ ഇവിടെ ഇറങ്ങിയിട്ട് ഡാമും വിസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നെല്ലിയാമ്പതിയിലേക്ക് പോകാം. നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ ഞങ്ങൾ ഇറങ്ങി. സോ അവിടെ നമുക്ക് വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് ഡാമൊക്കെ കാണാനുള്ള സെക്ഷനാണ്. നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന വഴി നമുക്ക് കുറേ രസകരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു നെല്ലിയാമ്പതിൻ്റെ ആ ഒരു ഹൈ റേഞ്ചിൽ നിന്ന് പോത്തുണ്ടി ഡാമിലേക്കുള്ള വ്യൂ. ഞങ്ങളുടെ യാത്രയുടെ ഭാഗമായിട്ട് എല്ലാവരും ഈ വ്യൂ പോയിന്റ് കാണാൻ ഇറങ്ങുന്നതാണ്. ഞങ്ങൾ എന്താ അവിടെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി നോക്കിയതാണ്. സോ നല്ല രസമുണ്ട് കാണാൻ. ഇന്ന് കണ്ട എല്ലാ പ്ലേസും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങിയിട്ട് സ്ഥലങ്ങൾ കാണുന്നുണ്ട്. സോ നോക്കി ഇവിടെ 2 അതിഥികൾ കൂടെ ഉണ്ട്. അവരെപ്പോഴാണ് എൻ്റെ വീട്ടിൽ ചാടാൻ അറിയില്ല. ഹായ് ഗൈസ്, വിശന്ന് പപ്പടായി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സദ്യ കഴിക്കട്ടെ. നെല്ലിയാമ്പതി പോകുന്ന വഴിയെ തന്നെ ഒരു ചെറിയ തട്ടുകടയുണ്ട്, അവിടെ കയറിയിട്ട് നമ്മൾ സദ്യ കഴിക്കുകയാണ്. എന്നിട്ടാവും ബാക്കി യാത്ര. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് കാണാവ് കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ തുടങ്ങി. സൂയിസൈഡ് പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് എൻട്രി ചെയ്യാട്ടോ. റോഡ് കുറച്ച് മോശമാണെങ്കിലും സ്ഥലം അടിപൊളിയാണ്. യെസ്, റോഡ് ഭയങ്കര മോശമാണ് ഗൈസ്. ഞങ്ങൾ ആകെ പെട്ട്. കാരണം അതുപോലെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് താഴെ വരെ എത്തുന്ന ഡാമിന്റെ അവിടെ വരെ നല്ല റോഡായിരുന്നു. അതിനുശേഷമുള്ള റോഡ് ഭയങ്കര മോശമാണ്. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചൊക്കെ പോവാ. നെല്ലിയാമ്പതി വ്യൂ പോയിന്റ് കാണാൻ പോവാണ്. സോ കം ഓൺ. ആ പാറയുടെ വലിയ മല കണ്ടോ? ഇത് ഭംഗിയാ കാണാൻ. ശരിക്കും നമുക്കിവിടെ വന്ന ഒരു അത്ഭുതമൊക്കെ പോലെ തോന്നും. അത്രയും നല്ല രസമുണ്ട് കാണാൻ. സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി പോകുന്ന വഴി കുറച്ച് സ്ഥലങ്ങളിലൂടെ കയറാനുണ്ട്. നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ ഞങ്ങൾ കയറുന്നതായിരിക്കും അല്ലേ. തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലും കൂടി കയറിയിട്ടോ. പോകുന്ന വഴികൾ ഇഷ്ടംപോലെ ചെടികളുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. നല്ല നിറയെ പൂക്കളോട് കൂടിയിട്ട് ചെറിയ ചെറിയ ചെടികളുണ്ട്. സോ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ സെക്ഷൻ, ഓരോ സെക്ഷൻ ബൈ സെക്ഷനാണ്. ഫ്രഷ് ഫുഡിന്റെ മൊത്തം കൃഷികളാണ് നിറയെ ഉണ്ടായിട്ടുണ്ട്. ഉള്ളിൽ ഫ്രഷ് ഫുഡ് നിറയെ ഉണ്ട്. നമുക്ക് പക്ഷേ ഇത് പറിക്കാൻ പറ്റില്ല. അവർ പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ നിന്ന് വാങ്ങിക്കാനേ പറ്റുള്ളൂ. അവർ കയറിയിട്ട് അവർ ഫാം ഹൗസിൽ കയറിയിട്ട് നമുക്ക് പറിക്കാനുള്ള ആക്സസ് ഇല്ല അല്ലേ, പറിക്കാനുള്ള ആക്സസ് ഇല്ല. പക്ഷെ നിറയെ ഫ്രഷ് ഫുഡ് ഉണ്ട്, ഉണ്ടായിട്ടേ ഉള്ളൂ. എല്ലാം ഒന്നുപോലും പഴുത്തിട്ടില്ല, എല്ലാം പച്ചയായിട്ട് ഇങ്ങനെ നിറയെ തൂങ്ങി കിടക്കുന്നുണ്ട്.
കഴിഞ്ഞാൽ അവിടെ അവൻ സ്റ്റോപ്പായി തിരിച്ചു പോവുകയാണ്. അപ്പുറത്ത് അതിലേ പോയി കഴിഞ്ഞാലാണ് ബാക്കി കാണാൻ പറ്റുള്ളൂ. ഇവിടെ കുറച്ച് റഷ് കുറവാണ് കേട്ടോ. പിന്നെ അവിടെ ട്രീ ഹൗസ് വരുന്നുണ്ട്, 2 എണ്ണം ഉണ്ട് കേട്ടോ. പേടിയുണ്ടോ? അത് വെച്ചോ ഒരു ബലത്തിന്. ആ പൊക്കോ പൊക്കോ, അത് വേണം. പോട്ടെ പോട്ടെ ഇട്. ഇപ്പൊ ഞങ്ങളുള്ളത് ട്രീ ഹൗസിലാണ്. നല്ല രസമുണ്ട്. 2 മരത്തിന്റെ 2 ശാഖകൾ തമ്മിൽ ലൈക്ക് ആ ഒരു വീട് പോലെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഈ വീട്ടിൽ കാണുന്നതാണ് ഞങ്ങൾ വന്നു വഴി. ഇവിടെ ഭയങ്കര നല്ല കൂളാണ് കേട്ടോ. നല്ല മരത്തിന്റെ ഇലകളും ഇതൊക്കെയുണ്ട്. പക്ഷെ നല്ലൊരു രസമാണ് ഇവിടെ ഒരു എക്സ്പീരിയൻസ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അധികം സൗണ്ടിൽ സംസാരിക്കാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രീ ഹൗസിൽ കയറുന്നത്. ഇത്രയും നേരം വെയിലത്ത് നടന്നുകൊണ്ട് തന്നെ അവിടെ കയറിയപ്പോൾ നല്ലൊരു ആശ്വാസമായിരുന്നു. എല്ലാവരും പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ വന്ന ആൾക്കാർ. പക്ഷെ നല്ല രസമുണ്ട്. ഫുൾ വ്യൂ കാണാൻ പറ്റുന്നുണ്ട് എല്ലാ സൈഡിലും. വെസ്റ്റും ഈസ്റ്റും നോർത്തും സൗത്തിലും ഫുൾ നമ്മൾ വന്നിട്ടുള്ള വഴികൾ. അങ്ങനെ എൻ്റെ ഈ കൊച്ചു നെല്ലിയാമ്പതി വ്ളോഗ്സ് ഇവിടെ അവസാനിക്കായി. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.